ഫംഗ്ഷനൊക്കെ പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ മുടിയിൽ ഹെന്ന ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ മുടി നല്ല ബൗൺസി ആയിട്ട് ഇരിക്കാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനും മുടി മൊത്തത്തിലൊരു ഭംഗിയായിട്ട് ഇരിക്കാനും ഹെന്ന നല്ലതാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മുടിയിൽ നിന്ന് ഹെന്നയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹെന്നയൊക്കെ ഇതാ ഞാനിവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് മുമ്പ് കെരാറ്റിൻ അല്ലെങ്കിൽ ഹെന്ന വേണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ കെരാറ്റിനും ഹെന്നയും ഞാൻ അടുപ്പിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മുടെ കെരാറ്റിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെരാറ്റിൻ പാക്ക് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരാണ്, കെരാറ്റിൻ പാക്ക് ആണ് നിങ്ങൾ മുടിയിൽ ചെയ്യുന്നതെങ്കിൽ ഹെന്ന ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് പാക്കും ഹെവി ആയിട്ടുള്ള പാക്കാണ്. അപ്പോൾ അങ്ങനെ ഹെവി ആയിട്ടുള്ള പാക്ക് നമ്മൾ അടുപ്പിച്ച് മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലതല്ല. പിന്നെ ഞാനിപ്പോൾ കെരാറ്റിൻ പാക്ക് കഴിഞ്ഞ ദിവസമല്ല ഞാൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻ്റെ മുടിയിൽ ഇപ്പോൾ ഹെന്ന ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ കെരാറ്റിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെന്ന ചെയ്യാം. പിന്നെ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ടിരിക്കാനും മുടി നല്ല ബൗൺസി ആയിട്ടിരിക്കാനും മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് തരാനൊക്കെ ഹെന്ന നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ മാസത്തിൽ 1-2 തവണയൊക്കെ നമ്മുടെ മുടിയിൽ ഹെന്ന ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ, താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെന്ന നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെന്ന എങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്തതെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഈ ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്തതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഹെന്ന പൗഡർ ഞാനിവിടെ വാങ്ങിച്ച ഹെന്ന പൗഡറാണ് എടുക്കുന്നത്. ഒരു 3 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ എടുക്കുന്നുണ്ട്. സ്പൂണല്ല, ഒരു മീഡിയം സൈസിലൊരു തവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഹെന്ന പൗഡർ വേണോ, ഇപ്പോൾ ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെയാണ് അതിനനുസരിച്ച് ഹെന്ന പൗഡർ വേണമല്ലോ, അതിനനുസരിച്ച് നിങ്ങൾ ഹെന്ന പൗഡർ എടുക്കുക. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കുന്നതാണ് നമുക്ക് വീട്ടിലുള്ള മൈലാഞ്ചി അരച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. വീട്ടിലുള്ള മൈലാഞ്ചി ഏറ്റവും നല്ലതാണ്. നമ്മളങ്ങനെ അരച്ച് പച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും അത് ഉണക്കി പൊടിച്ച് പൊടിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ അടുത്തതായിട്ട് നീം പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആര്യവേപ്പിലയുടെ പൊടിയാണ്. അപ്പോൾ 1 സ്പൂൺ അളവിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നീം പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇന്നത്തെ ഹെന്നയിൽ നിർബന്ധമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ആംല പൗഡർ ആണ് ഉള്ളതെങ്കിൽ ആംല പൗഡർ 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഹെന്ന പൗഡർ മാത്രമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹെന്ന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം ഡ്രൈനസ് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരെണ്ണം മൊത്തമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഹെന്നയിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാം. ഹെന്ന മിക്സ് ചെയ്യാനുള്ള വെള്ളം ഞാനിതവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, നമ്മുടെ ചായയുടെയും കാപ്പിയുടെയും വെള്ളമാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ ഏകദേശം ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് 2 സ്പൂൺ അളവിൽ ചായപ്പൊടിയും 2 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം ഒരു 2.5 ഗ്ലാസ് ആകുന്ന വരെ തിളപ്പിച്ചെടുത്തിട്ടുള്ള ചായയുടെയും കാപ്പിയുടെയും വെള്ളമാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെള്ളമായിരിക്കണം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഹെന്ന മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യരുത്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തി നിൽക്കും കേട്ടോ, മൊത്തമായിട്ട് മിക്സ് ആവില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരുവിധം കട്ടകളൊക്കെ ഉടച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ലൂസായി പോരുത് കേട്ടോ, അത്യാവശ്യം തിക്കിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഹെന്ന മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇനി ഒരു നൈറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. ഒരു നൈറ്റ് വെച്ചിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ വെച്ചിട്ട് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഹെന്നയൊക്കെ മിക്സ് ചെയ്യുന്നതൊക്കെ കണ്ടില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഹെന്നയാണ് കേട്ടോ ഇത്. അപ്പോൾ ഹെന്നയൊക്കെ അത്യാവശ്യം നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ആ ഹെന്നയുടെ ചുറ്റുള്ള കറുപ്പ് നിറം ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ. ഉപയോഗിച്ച് പഴക്കം വന്ന ചട്ടിയാണെങ്കിൽ അങ്ങനെ വരില്ല. പക്ഷെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ, ഹെന്നയ്ക്ക് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുള്ളത്. അതുകൊണ്ടാണ് അത്രമാത്രം ആ ഒരു കളർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്താൽ മാത്രമേ നമുക്ക് ഹെന്ന ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്കിതൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ് കേട്ടോ. ഞാനിത് അവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെന്നയ്ക്ക് നമുക്ക് 1 മുട്ട മതിയാവും കേട്ടോ. അപ്പോൾ മുട്ടയുടെ പിന്നെ വെള്ള മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. മുട്ടയുടെ മഞ്ഞയും ചേർത്തിട്ട് നമ്മൾ ഹെന്ന ചെയ്തിട്ടുണ്ട്, മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുട്ടയുടെ മഞ്ഞ ചേർക്കുന്ന സമയത്ത് മുടിക്ക് ഭയങ്കരമായിട്ട് സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് മുട്ടയുടെ വെള്ള മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ മുട്ട ചേർത്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഹെന്നയായിട്ട് മുട്ട നന്നായിട്ട് ചേരണം. അപ്പോൾ മുട്ട നമ്മൾ ഒരിക്കലും തലേ ദിവസം ചേർക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ മുട്ട ചേർക്കുക കേട്ടോ. ഇനി നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുട്ട ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഹെന്നയൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ചേർത്തിട്ട് അപ്പോൾ തന്നെ തേക്കുന്നതിനേക്കാളും നമ്മളൊരു 10 മിനിറ്റ് അതുപോലെ തന്നെ വെച്ചിട്ട് തേക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഹെന്ന ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തേക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം കേട്ടോ. ടോപ്പിലൊക്കെ അപ്പോൾ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ മുടിയിൽ ഹെന്ന തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ നന്നായിട്ട് ചീകി കെട്ടി കളഞ്ഞു വെക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് എൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് ഓയിൽ നമുക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹെന്ന തേക്കുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് ഓയിൽ തേക്കുന്നത്, ഹെന്ന അങ്ങനെ മുടിയിൽ പിടിക്കുമോ, അങ്ങനെയൊക്കെ കുറച്ച് പേര് നമ്മൾ ഹെന്ന ചെയ്യുന്ന സമയത്ത് ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ തേക്കാതെയാണ് ഹെന്ന ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുടി ഒരു പരിധി കൂടുതൽ ഡ്രൈ ആയിട്ട് മുടി പൊട്ടിപ്പോകുന്ന പോലെ ആവട്ടെ. നമുക്ക് ഹെന്ന കഴുകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മുടി പൊട്ടിപ്പോവും. അതാണ് ഹെന്ന കഴുകുമ്പോൾ ചിലരൊക്കെ പറയുന്നത് മുടി ഒരുപാട് പൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മുടി ഒരുപാട് ഡ്രൈ ആവുന്നതുകൊണ്ടാണ് മുടി പൊട്ടിപ്പോകുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ഓയിൽ കേട്ടോ. അത് നമ്മളിപ്പോൾ ഡൈ ഒക്കെ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഓയിൽ തേക്കില്ല, കാരണം ആ കളർ അങ്ങോട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് നമ്മൾ ഓയിൽ തേക്കലില്ല. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ ഹെന്നയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓയിൽ, കൂടിയ അളവിലൊന്നും വേണ്ട കേട്ടോ, കുറഞ്ഞ അളവിൽ ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലും തേച്ചിട്ട് നമുക്ക് ഹെന്ന ചെയ്താൽ മതി. പിന്നെ ചെവിയുടെ സൈഡിലും നെറ്റിയുടെ ഈ സൈഡിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ വാസലിൻ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലാണെങ്കിലും കുറച്ചൊക്കെ നെറ്റിയുടെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ഓയിൽ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ സൈഡിലും നെറ്റിയുടെ സൈഡിലും ചെവിയുടെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഹെന്ന തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഹെന്ന തയ്യാറാക്കുമ്പോൾ ഒരുപാട് ലൂസ് ആവാതെ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഹെന്ന തേക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, ഒഴുകി ഒലിച്ചിട്ടൊക്കെ നമ്മുടെ മേത്ത് മൊത്തമാവും. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ തയ്യാറാക്കിയാൽ മതി കേട്ടോ. പിന്നെ തേക്കുന്ന എല്ലാവർക്കും അറിയാലോ, ഞാൻ പിന്നെ മുമ്പത്തെ ഹെന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നമ്മുടെ ബാക്ക് വശൂല്ലേ, അവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഒരു കുഞ്ഞു സെക്ഷൻ മുടി എടുക്കുക, അതിനകത്തേക്ക് ഹെന്ന നമ്മുടെ സ്കാൽപ്പ് മുതൽ എൻഡ് വരെ, മുടിയുടെ എൻഡ് വരെ നല്ല വൃത്തിയായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എല്ലാ മുടിയിലും ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പതുക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുടി അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക. ഹെന്ന ആയതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അവിടെ നിന്നോളും, പിന്നെ അഴിഞ്ഞു പോകുന്ന പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് ഹെന്ന തേച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ചുറ്റി വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പോർഷനിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഹെന്ന തേച്ച് എല്ലായിടത്തും എത്തിച്ച് നല്ല വൃത്തിയായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കുറേ പേര് ചോദിക്കുന്നത്, ഹെന്ന എങ്ങനെയാണ് കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ ഒന്നിച്ചെടുത്ത് മേലെ കൂടെ നമ്മുടെ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ആവില്ല, എല്ലാ മുടിയിലും ആവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. പിന്നെ തൊട്ടടുത്തുനിന്ന് തന്നെ ഒരു സെക്ഷനും കൂടി എടുത്തിട്ട് ഇതേപോലെ തേച്ചിട്ട് അതിനകത്ത് തന്നെ ചുറ്റി വെക്കുക. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് തേച്ചിട്ട് ചുറ്റി വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഹെന്ന തേക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാസത്തിൽ 1-2 തവണയൊക്കെ ഹെന്ന മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിച്ച് ചെയ്യരുത്, ആഴ്ചയിൽ ഒരു തവണ അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മളിങ്ങനെ ഹെന്ന കംപ്ലീറ്റ് ആയിട്ട് മുടിയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഹെന്ന എത്ര സമയം വെക്കണം അതിലാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ പറയാം ഹെന്നയൊക്കെ ആകുമ്പോൾ 1 മണിക്കൂർ നേരമൊക്കെ വെച്ചാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. പിന്നെ ഹെന്ന അറിയാലോ അത്യാവശ്യം നല്ല തണുപ്പാണ്, നീരിറക്കം അങ്ങനത്തെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ഒട്ടും തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് മാത്രം നിങ്ങൾ വെച്ചാൽ മതി. ഞാൻ അങ്ങനെ 1 മണിക്കൂർ കറക്റ്റ് ഒന്നും ഞാൻ വെക്കലില്ല, ഒരു 3/4 മണിക്കൂറൊക്കെ ആണ് ഞാൻ വെക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഹെന്ന തേച്ച് കഴിഞ്ഞിട്ട് കഴുകുന്ന സമയത്തും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെന്ന ഇങ്ങനെ മുടിയിൽ ഒട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയി മസാജ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൂടുതലായിട്ട് വെള്ളം മുടിയിൽ ഒഴിച്ചിട്ട് ഹെന്ന ആദ്യം നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. പരമാവധി വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഹെന്ന മുടിയിൽ നിന്ന് കളയുക. മൊത്തം ഹെന്ന പോയി കഴിഞ്ഞിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒലച്ച് കഴുകുക എന്നൊക്കെ പറയില്ലേ, നമ്മളിങ്ങനെ ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം ഹെന്ന കംപ്ലീറ്റ് ആയിട്ട് മുടിയിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നന്നായിട്ട് പോവുള്ളൂ. ഹെന്ന മുടിയിൽ നിന്ന് പോയില്ല എന്നാണെങ്കിൽ ചെറിയ ഇച്ചിങ്ങിൻ്റെ പ്രശ്നം, താരൻ്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ബക്കറ്റ് ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതാ ഹെന്ന നന്നായിട്ട് തേച്ചിട്ട് മുടിയൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഹെന്ന തേക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, നല്ലൊരു വൃത്തിയിൽ കിട്ടും കേട്ടോ. നമുക്ക് ഹെന്ന ഇങ്ങനെ തേച്ചിട്ട് മുടി കെട്ടി വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഹെന്ന തേച്ച് കൊടുത്താൽ മതി. ഹെന്ന തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന്
കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഷവർ ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഇല്ല, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവർ കീറിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാൽ ക്യാപ്പ് പോലെ ആക്കിയിട്ട് കെട്ടി വെച്ചാലും മതി. നമ്മൾ കവർ ചെയ്ത് വെച്ചില്ല എന്നാണെങ്കിൽ ഹെന്ന ഒരുപാട് ഡ്രൈ ആയിപ്പോവും. ഡ്രൈ ആയിട്ട് മുടി പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് മുടി കഴുകാനും ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയാകുമ്പോൾ ഇതിനകത്ത് ഈർപ്പം നിന്നിട്ട് നമുക്ക് ഹെന്ന ഒരുപാട് ഡ്രൈ ആവില്ല, കഴുകാൻ എളുപ്പമാണ്, നമ്മുടെ മുടിയിലേക്ക് ഹെന്ന പിടിക്കാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഹെന്നയൊക്കെ തേച്ച് കവറൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെന്ന എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ റിസൾട്ട് കാണിക്കാനുള്ള ഒരു സമയമില്ല. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഹെന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പഴയ വീഡിയോയുടെ റിസൾട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കാട്ടെ. നമ്മളിപ്പോൾ ഹെന്ന ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോയിൽ നമ്മൾ റിസൾട്ട് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ റിസൾട്ട് അല്ല, ഇത് പഴയ വീഡിയോത്തെ റിസൾട്ട് ആണ് കേട്ടോ. അപ്പോൾ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒരുപാട് ചുമന്ന് വരുമെന്നാണ് കുറേ പേർക്ക് സംശയമുള്ളത്. നരച്ച മുടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുടി ചുമന്ന് വരുള്ളൂ. നമ്മുടെ ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ ചെറിയൊരു റെഡ് ഷൈനിങ് വരും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ചുമന്ന് വരില്ല. നമ്മളിങ്ങനെ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് മുടിക്ക് നല്ലൊരു ഷൈനിങ് ആണ്. അത് മാത്രമല്ല നമ്മുടെ മുടി നല്ല ഉള്ളു വെച്ചത് ഒരു ഫീലാണ് കേട്ടോ. എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഉള്ളു വെച്ചതായിട്ട്, മുടിക്ക് ഒരു കനം വെച്ചതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ മുടിക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. മുടി സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഹെന്ന ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാസത്തിൽ 1-2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ നല്ലതാണ്. മുടി കൊഴിച്ചാൽ, താരൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെന്ന നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹെന്ന ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതികൾ നോക്കിയിട്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമന്റിലൂടെ പറയണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യമുണ്ട്, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.